എന്നതാ കൊച്ചേ കയ്യിലൊരു കവറൊക്കെ? കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയതാ. പിന്നെ മുത്തശ്ശിക്ക് സ്പെഷ്യലായിട്ട് അരിമുറുക്കും വാങ്ങിയിട്ടുണ്ട്. അത് കൊള്ളാം. പിള്ളേരായ ഇങ്ങനെയൊക്കെ തന്നെ വേണം. അല്ല, ഇവിടെ നടന്ന പുകിലൊക്കെ അറിഞ്ഞോ? അറിഞ്ഞു മുത്തശ്ശി. ഇവിടുത്തെ അമ്മ വിളിച്ചപ്പോ പറഞ്ഞു. നിന്നെ പെട്ടെന്ന് വിളിക്കാൻ പറഞ്ഞത് ഞാനാ. ആ പൂതം ഞങ്ങളുടെ കൊച്ചിനെ കാവലിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. മുത്തശ്ശി, ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ദേവിക ചേച്ചിയെ ഇങ്ങനെ സംശയിക്കണോ? നീ അവളെ പക്ഷം പിടിച്ചോണ്ട് വന്നാലേ ഈ പൊതിക്കെട്ട് വെച്ച് നിന്നെ ഞാൻ എറിഞ്ഞ് താഴെ ഇടും. അങ്ങോട്ട് എന്നടി. അവളെ വരുത്തി വന്നിരിക്കുന്നു. ആകെ സങ്കടത്തിലാണല്ലോ. എന്തു പറ്റി? ദേവിക ചേച്ചിയും കാണുന്നില്ലല്ലോ. ഞാനിപ്പോ വരാവേ. ദേവിക ചേച്ചി, അയ്യേ, ഒറ്റയ്ക്കിരുന്ന് കരയുമായിരുന്നോ? അതും ഇത്ര ബോൾഡായ ചേച്ചി. ഇവിടെ ആരോ വന്നെന്നോ ചേച്ചിയെ കുറ്റപ്പെടുത്തിയെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അതല്ലേ ഞാൻ വന്ന പാടെ ചേച്ചിയുടെ അടുത്തേക്ക് ഓടി വന്നത്. അതൊന്നും കേട്ട് ചേച്ചി വിഷമിക്കണ്ട. ചേച്ചിക്ക് ആരെയും ദ്രോഹിക്കാൻ പറ്റില്ലെന്ന് ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എനിക്ക് മനസ്സിലായി. മറ്റുള്ളവരുടെ സംശയമൊക്കെ പതിയെ മാറിക്കോളും. സാരല്ല മിലി, ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കാന്നുള്ളത് എന്റെ തലവരയാ. അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ പറ്റൂ. എന്താ ഇവിടെ? അല്ല, ഞാൻ ദേവിക ചേച്ചിയെ ആശ്വസിപ്പിക്കുമായിരുന്നു. വിഷമിക്കണ്ട, ഇവിടെ ഉള്ളവർക്ക് ചേച്ചിയെ മനസ്സിലാവൂന്ന് പറഞ്ഞു. ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. മിലി നിത്യയുടെ അടുത്തേക്ക് ചെല്ല്. ആണോ ശരത്തെ? സത്യമാണോ? സത്യം പ്രേമിച്ചി. ആരുമില്ലാത്ത അനാഥനായ ശരത്തിന് ഇത്രയും പ്രബലയായ ഒരു അമ്മയുണ്ടെന്ന് സ്വപ്നത്തിൽ പോലും ആരും കരുതിയിട്ടില്ല. ഏതായാലും അമ്മ വന്നത് നന്നായി. അതെ, അവളുടെ കരണത്ത് കിട്ടിയ അടിയായി. കരണത്ത് കിട്ടിയ അടിയല്ല പ്രേമിച്ചി, നെറുകന്തലയിൽ പതിച്ച വെള്ളിടി. ഇതിനാണ് മോനെ ദൈവം ഉണ്ടെന്ന് പറയുന്നേ. എന്നാലും ഒരാളുടെ മരണത്തിനൊക്കെ കാരണക്കാരിയാവോന്ന് പറഞ്ഞാല് ഓ എടി ഭയങ്കരേ. സത്യത്തിൽ എനിക്കിപ്പോഴും എന്റെ ചേട്ടൻ ശ്രാവണന്റെ മരണം വെറും ഒരു ആത്മഹത്യ മാത്രമാണോ എന്നൊരു സംശയമുണ്ട്. പിന്നെ ദേവികയെ അവളുടെ അച്ഛനും ചേർന്ന് ഒന്ന് കെട്ടിത്തൂക്കിയതാണോ? അയ്യോ, അതിനും മടിക്കില്ല ചേച്ചി അവര്. മോനെ, ദൈവം അതും തെളിയിച്ചിരിക്കും. ദൈവം തെളിയിച്ചില്ലെങ്കിൽ ശരത്ത് തെളിയിക്കും. പക്ഷേ അതല്ല കഷ്ടം. ദേവിക കത്തിച്ചു വെച്ച കൊടുംചതിയുടെ വിളക്കിന്റെ നാളത്തിലേക്ക് വന്ന് വീണ് ആ കത്തിക്കരിഞ്ഞു പോയത് എന്റെ ചേട്ടൻ. പിന്നെ ഞാൻ സഹോദര തുല്യനായി കണ്ട സുധി സാറ്. അടുത്തത് സിദ്ധാർത്ഥൻ സാറ്. പ്രേമേച്ചിയുടെ സിദ്ധു. അയ്യോ, അതാണ് സത്യം പ്രേമേച്ചി. പ്രേമേച്ചി ഒന്ന് ചിന്തിച്ചേ. തളർന്നു പോയ ഭർത്താവിനെ പരിചരിക്കാനുള്ള മടി കൊണ്ട് ആ പാവത്തിന് ഹൃദയം വിറ്റവളാ അവള്. ഇവിടെ ഞാനോ മരണം വരെ നിത്യക്കുട്ടി നോക്കാൻ ഞാൻ അടുത്തിരിക്കുന്നു. അതാ മോനെ മനസ്സിന്റെ നന്മ. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് തിരിച്ചറിയാൻ ഒരുപാട് താമസിക്കും. പ്രേമിച്ചി, ഞാൻ അമ്മയെ യാത്രയാക്കിയിട്ട് വിശദമായിട്ട് വിളിക്കാം. എന്തായാലും നമുക്ക് നമ്മുടെ സിദ്ധാർത്ഥ സാറിനെ ഈ ദേവിക എന്ന കിനാവള്ളിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയേ പറ്റൂ. വേണം വേണം. അത് എന്ത് ചെയ്തിട്ടാണെങ്കിലും പിന്നെ ശരത്ത് എന്റെ കൂടെ നിന്നാ മതി. ഞാനുണ്ട് പ്രേമിച്ചി.
ഒരു കൂടപ്പറപ്പിന്റെ സ്ഥാനത്ത് ഞാനുണ്ട്. എന്റെ ചേട്ടനെ ഇല്ലാതാക്കിയവളെ ഞാൻ വെറുതെ വിടുവോ? ശരി, ഞാൻ വിളിക്കാം. ആ ശരി മോനെ. എന്റെ ദേവിക കരയുന്നതിനാ? ഞാൻ മനസ്സാവാച അറിയാത്തൊരു കാര്യം. മരിച്ചുപോയ എന്റെ അച്ഛൻ പോലും ഈ ഒരാളെ പറ്റി എന്നോട് പറഞ്ഞിട്ടില്ല സിദ്ധു. ശ്രാവൺ, ഞാൻ അയാളെ കണ്ടിട്ട് പോലുമില്ല. അയാൾ എന്നെ കല്യാണം ആലോചിച്ച് വന്നതും എനിക്കറിയത്തൂടിയില്ല. ദേവിക ഇങ്ങനെ സങ്കടപ്പെടാതെ. കുറച്ച് വൈകിയാണെങ്കിലും സത്യം എല്ലാവർക്കും മനസ്സിലാവും. സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും നുണ ലോകം ചുറ്റി കഴിയുന്ന എനിക്കതാ പേടി. എന്താണ് സിദ്ധു ഒരു അനുശോചന പ്രമേയം? ഞാൻ വിളിക്കാം. എന്താ ചേച്ചി? അയ്യോ, എനിക്ക് എന്തോന്ന്. പുതിയ പുതിയ വിശേഷങ്ങൾ മുഴുവൻ നിന്റെ പ്രേമഭാജനത്തിനല്ലേ? എന്തായാലും നാട്ടുകാരുടെ തലയെടുപ്പ് ഉത്സവത്തിന് അവള് കൊടിയേറ്റ് നടത്തിയത് ആ പാവ ശരത്തിന്റെ ഏട്ടന്റെ തലയെടുത്തോണ്ടായിരുന്നല്ലോ. ചേച്ചി ചുമ്മാ കേട്ടറിവ് വെച്ച് ഇവിടെ കിടന്ന് തുള്ളരുത്. അയ്യോ ഇല്ലേ, നിന്റെ മുമ്പിൽ തുള്ളുന്നതും പൊട്ടന്റെ മുമ്പിൽ ശംഖൂതുന്നതും ചിലങ്ക് കെട്ടി ആടുന്നതും ഒക്കെ ഒരേപോലെയാണെന്ന് പ്രേമയ്ക്കറിയാവേ. എന്നാലും പുത്തൻ വിശേഷം ഞാൻ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ട് വരാം. അച്ഛാ, ദേ അച്ഛൻ അറിഞ്ഞോ? എന്താ പ്രേമേ, വല്ല ലോട്ടറി അടിച്ചോ? അതെ, സന്തോഷം കണ്ടിട്ട് വിഷു ബമ്പർ അടിച്ച പോലെ ഉണ്ടല്ലോ. ആ ഏതാണ്ട് ബമ്പർ തന്നെയാ. കാര്യം പറ. ആ ദേവികയെ കുറിച്ച്, അല്ല ദേവിക ചേച്ചിയെ കുറിച്ചുള്ള ഒരു പ്രധാന വിവരം പുറത്തായി. എന്ത് പ്രധാനപ്പെട്ട വിവരം? ആ അതല്ലേ രസം. നീ ഒറ്റയ്ക്ക് രസിക്കാതെ കാര്യം പറ പ്രേമേ. ഞങ്ങളും കൂടെ രസിച്ചോട്ടെ, അല്ലേ ചാ? പിന്നല്ലാതെ. ആ രണ്ടുപേരും ചെവി തുറന്ന് കേട്ടോണം. ആ ദേവിക ഒരു മരണത്തിന് ഉത്തരവാദിയാ.